എരിയുന്ന തീച്ചൂളയിൽ എന്നെ ഇട്ടാലും ഹല്ലേലൂയ. നാലാമനായല്ല, എനിക്ക് മുൻപനായി ഒന്നാമനായി എൻ്റെ കർത്താവ് അവിടെ വരും. ഹല്ലേലൂയ. വിശ്വാസത്തോടെ നമുക്ക് പാടി ആരാധിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ പ്രതീക്ഷകളും മറ്റുപോയിടത്ത് ഹല്ലേലൂയ ഒരുവൻ ലാസറിനെ തേടി വന്നുവെങ്കിൽ ഹല്ലേലൂയ ലാസറെ പുറത്തു വരിക എന്ന് കൽപ്പിച്ചപ്പോൾ മരിച്ചു മൺമറഞ്ഞു പോയവൻ ജീവനോടെ പുറത്തു വന്നതുപോലെ ഹല്ലേലൂയ. എത്ര പേർ ആഗ്രഹിക്കുന്നു ആ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാൻ? ആരാധനയ്ക്ക് യോഗ്യനായവൻ, സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനായ നല്ല കർത്താവ്. കാര്യങ്ങൾ കൺമുൻപിലെന്നപ്പോൾ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നപ്പോൾ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നപ്പോൾ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നപ്പോൾ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. എരിഹോ മതിലുകൾ ഉയർന്നു നിന്നാലും അതിൻ വലിപ്പമോ സാരമില്ല. എരിഹോ മതിലുകൾ ഉയർന്നു നിന്നാലും അതിൻ വലിപ്പമോ സാരമില്ല. ഒന്നിച്ചു നാം ആർപ്പിട്ടെന്ന വന്മതിൽ വീഴും കാൽച്ചുവട്ടിൽ. ഒന്നിച്ചു നാം ആർപ്പിട്ടെന്ന വന്മതിൽ വീഴും കാൽച്ചുവട്ടിൽ. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. അഗ്നിയിൽ നാളങ്ങൾ വെള്ളത്തിനോളങ്ങൾ എന്നെ തകർക്കുവാൻ സാധ്യമല്ല. അഗ്നിയിൽ നാളങ്ങൾ വെള്ളത്തിനോളങ്ങൾ എന്നെ തകർക്കുവാൻ സാധ്യമല്ല. അഗ്നിയിലിറങ്ങി വെള്ളത്തിൽ നടന്ന് കൂടെ വരുവാനും കർത്തനുണ്ട്. അഗ്നിയിലിറങ്ങി വെള്ളത്തിൽ നടന്ന് കൂടെ വരുവാനും കർത്തനുണ്ട്. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. നാളുനാളായാലും നാറ്റം വമിച്ചാലും കല്ലറ മുൻപിൽ കർത്തൻ വരും. നാളുനാളായാലും നാറ്റം വമിച്ചാലും കല്ലറ മുൻപിൽ കർത്തൻ വരും. വിശ്വസിച്ചാൽ നീ മഹത്വം വിശ്വസിച്ചാൽ നീ മഹത്വം കാണും. സാത്താന്റെ പ്രവർത്തികൾ അഴിഞ്ഞിടും. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നപ്പോൾ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നപ്പോൾ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. ഉലകമഹാന്മാരഖിലരും ഒരു ഉറങ്ങുന്നു കല്ലറയിൽ. വിശ്വാസത്തോടെ ഉലകമഹാന്മാരഖിലരും ഒരു ഉറങ്ങുന്നു കല്ലറയിൽ. നമ്മളുന്നതനേശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ വാണിടുന്നു. നമ്മളുന്നതനേശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ വാണിടുന്നു. പാപം ശാപം
സകലവും തീർപ്പാൻ അവതരിച്ചിഹ നരനായി. പാപം ശാപം സകലവും തീർപ്പാൻ അവതരിച്ചിഹ നരനായി. ദൈവകോപത്തിയിൽ വെന്തിരിഞ്ഞവന രക്ഷകൻ ജീവിക്കുന്നു. ദൈവകോപത്തിയിൽ വെന്തിരിഞ്ഞവന രക്ഷകൻ ജീവിക്കുന്നു. ഉലകമഹാന്മാരഖിലരും ഒരുപോൽ ഉറങ്ങുന്നു കല്ലറയിൽ. വിശ്വാസത്തോടെ ഉലകമഹാന്മാരഖിലരും ഒരുപോൽ ഉറങ്ങുന്നു കല്ലറയിൽ. നമ്മളുന്നതനേശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ വാണിടുന്നു. നമ്മളുന്നതനേശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ വാണിടുന്നു. ഗീതം 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 ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. നമ്മളേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. നമ്മളേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. കലുഷതയകറ്റി കലുഷതയകറ്റി കണ്ണുടനെ ഉത്സുകരായിരിപ്പിൻ. കലുഷതയകറ്റി കണ്ണുടനെ ഉത്സുകരായിരിപ്പിൻ. നമ്മളാത്മനാഥൻ ജീവിക്കവേ ഇനി അലസത ശരിയാവോ. നമ്മളാത്മനാഥൻ ജീവിക്കവേ ഇനി അലസത ശരിയാ. ഉലകമഹാന്മാരഖിലരും ഒരുപോൽ ഉറങ്ങുന്നു കല്ലറയിൽ. വിശ്വാസത്തോടെ ഉലകമഹാന്മാരഖിലരും ഒരുപോൽ ഉറങ്ങുന്നു കല്ലറയിൽ. നമ്മളും നരനേശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ വാണിടുന്നു. നമ്മളും നരനേശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ വാണിടുന്നു. ഗീതം 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 ജയ ജയ ഗീതം പാടുവിൻ സോദരേ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. നമ്മളേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. നമ്മളേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. നമ്മളേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. നമ്മളേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. ആയിരം ആയിരം നാവുകളാൽ അത് വർണ്ണിപ്പതിൽ എഴുതോ. ആയിരം ആയിരം നാവുകളാൽ അത് വർണ്ണിപ്പതിൽ എഴുതോ. 10,000-ത്തിങ്കലൊരംശം ചൊല്ലിടുവാൻ പാരില സാധ്യമഹോ. 10,000-ത്തിങ്കലൊരംശം ചൊല്ലിടുവാൻ പാരില സാധ്യമഹോ. ഓ എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരം. ആയിരം 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 നാവുകളാൽ അത് വർണ്ണിപ്പതിൽ എഴുതോ. ആയിരം ആയിരം നാവുകളാൽ അത് വർണ്ണിപ്പതിൽ എഴുതോ. 10,000-ത്തിങ്കലൊരംശം ചൊല്ലിടുവാൻ പാരില സാധ്യമഹോ. 10,000-ത്തിങ്കലൊരംശം ചൊല്ലിടുവാൻ
ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. ആമേൻ എന്നതിശയമേ ദൈവത്തിൻ യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. ഓ ശബരം വൈനാനകത്, ഓ ശബരം തേരികന, ഓ ശബരകതേ ശബരം തേരികനകതേരികന, ഓ ഭേരേഗേ ഹല്ലേലൂയ. ഓ ശേഖേരിയനബ ഹല്ലേലൂയ. ആരാധനേ യേശുവേ. റിശൽ ഖബാ ബാബാ, ഓ രേ രേ മേ ശൽ ഖബാ ബാബാ, ഹല്ലേലൂയ ഹല്ലേലൂയ. ഓ ശേഖേരിയാ തേരികയാതേ. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? ഹല്ലേലൂയ. എൻ്റെ യേശു കർത്താവ് എൻ്റെ ജീവിതത്തിൽ ചെയ്ത നന്മകളെ വർണ്ണിക്കുവാൻ, യേശുവിനെ ഉയർത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു കർത്താവേ. ഈ ലോകമോഹങ്ങൾ എന്നെ മാടി വിളിച്ചാലും, ഈ ലോക സ്നേഹം എന്നെ മാടി വിളിച്ചാലും കർത്താവേ, അങ്ങയുടെ മാർവിലെ ചൂട് പറ്റിക്കിടക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. എത്ര പേർക്ക് പറയുവാൻ കഴിയും പൂർണ്ണ ഹൃദയത്തോടെ, പത്രോസേ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് യേശു കർത്താവ് ചോദിച്ചപ്പോൾ, ഹല്ലേലൂയ, അതുപോലെ എത്ര പേർക്ക് പറയുവാൻ കഴിയും, യേശുവേ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. പിരിയാൻ കഴിയാത്ത ഒരു ബന്ധം അപ്പാ അങ്ങയുമായി ആഴത്തിൽ സ്ഥാപിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നവർ, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നിന്റെ പടകിൽ യേശു കർത്താവ് ഉണ്ടെങ്കിൽ, ഹല്ലേലൂയ, എത്ര തിരമാലകൾ വന്നാലും എത്ര കൊടുങ്കാറ്റടിച്ചാലും, ഹല്ലേലൂയ, അവൻ നിന്നോട് കൂടെയുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആ ഹൃദയങ്ങൾ ദൈവത്തിലേക്കൊന്ന് സമർപ്പിച്ച്, കർത്താവേ, എൻ്റെ കുറ്റങ്ങളും എൻ്റെ കുറവുകളും എന്നോടങ്ങ് ക്ഷമിക്കണമേ. പല തവണയും ഞാൻ തള്ളി പറഞ്ഞിട്ടുണ്ടപ്പാ, എന്നോട് ക്ഷമിക്കണമേ. ഹാബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന കുഞ്ഞാടിൻ്റെ രക്തത്താൽ എന്നെ ഒന്ന് കഴുകണമേ കർത്താവേ. ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു കർത്താവേ. എപ്പോഴും അങ്ങയോട് കൂടെ നടക്കുവാൻ, അങ്ങിൽ നടക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങേയല്ലാതെ വേറൊന്നും നേടുവാൻ ഇല്ലല്ലോ ഈ ധരയിൽ. അങ്ങേ പിരിഞ്ഞും അങ്ങേ മറന്നും യാതൊന്നും ചെയ്യുവാനില്ലല്ലോ. അങ്ങേയല്ലാതെ വേറൊന്നും നേടുവാൻ
കരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തി പറയാമോ? അപ്പാ സ്നേഹിക്കുന്നേ 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 യേശുവേ, പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുന്നേ 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 യേശുവേ. ദിനവും യേശുവിന്റെ കൂടെ, ദിനവും യേശുവിന്റെ കൂടെ, ദിനവും യേശുവിന്റെ ചാരേ, ദിനവും യേശുവിന്റെ കൂടെ, ദിനവും യേശുവിന്റെ ചാരേ. പറയാമോ? പിരിയാൻ കഴിയില്ലെനിക്ക് പ്രിയനേ എന്നീശുനാഥാ. പിരിയാൻ കഴിയില്ലെനിക്ക് പ്രിയനേ എന്നീശുനാഥാ. കരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തി യേശുവേ, സ്നേഹിക്കുന്നേ 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 യേശുവേ. ആ നാമത്തെ ഉറക്കെ പറയാമോ? സ്നേഹിക്കുന്നേ 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 യേശുവേ. സ്നേഹിക്കുന്നേ 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 യേശുവേ. സ്നേഹിക്കുന്നേ 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 യേശുവേ. പ്രിയ സഭയെ, ദൈവത്തോട് പറയാമോ? കർത്താവേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അപ്പ ഞാൻ അങ്ങയെ ആരാധിക്കുന്നു പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ മനസ്സോടെ. അപ്പ ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ. മനുഷ്യരിൽ ഞാൻ ആശ്രയിക്കുന്നില്ല കർത്താവേ, എൻ്റെ ആശ്രയം യഹോവയിലാകുന്നു. ഹല്ലേലൂയ. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? വചനം പറയുന്നു, ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച എൻ്റെ കർത്താവിൽ നിന്ന്, യഹോവയിൽ നിന്ന് വരുന്നു. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തെ ഒന്ന് പാടി ആരാധിക്കാമോ? പൂർണ്ണ ശക്തിയോടെ, ഹല്ലേലൂയ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ഹൃദയത്തോടെ. ആ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത നന്മകളെ ഓർത്ത്, നമ്മെ മാനിച്ച കൃപകളെ ഓർത്ത്, ആ ദൈവത്തിന്റെ സ്നേഹത്തെ ഓർത്ത് കരങ്ങളെ തട്ടി ആ ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താമോ? ഹല്ലേലൂയ. മുട്ടോളമല്ല അരയോളം പോരാ വലിയൊരു ജീവനദി ഒഴുകാൻ. മുട്ടോളമല്ല അരയോളം പോരാ നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത നീരുറവ ഇന്നു തുറക്കനാഥാ. നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത നീരുറവ ഇന്നു. മുട്ടോളമല്ല മുട്ടോളമല്ല അരയോളം പോരാ വലിയൊരു ജീവനദി ഒഴുകാൻ. മുട്ടോളമല്ല അരയോളം പോരാ വലിയൊരു ജീവനദി ഒഴുകാൻ. നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത നീരുറവ ഇന്നു തുറക്കനാഥാ. നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത നീരുറവ ഇന്നു തുറക്കനാഥാ. പെന്തക്കോസ്തു നാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാം. പെന്തക്കോസ്തു നാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ. സൈന്യത്താലെയല്ല, സൈന്യത്താലെയല്ല, ശക്തിയാലെയല്ല, ദൈവത്തിന്റെ ആത്മശക്തിയാലത്രേ. സൈന്യത്താലെയല്ല, ശക്തിയാലെയല്ല, ദൈവത്തിന്റെ ആത്മശക്തിയാലത്രേ. ആർത്തുപാടി സ്തുതിക്കാം, ഹല്ലേലൂയ പാടാം, ആണിക്കല്ലു കയറ്റാം, ദൈവസഭ പണിയാം. ആർത്തുപാടി സ്തുതിക്കാം, ഹല്ലേലൂയ പാടാം, ആണിക്കല്ലു കയറ്റാം, ദൈവസഭ
പണിയാം. പെന്തക്കോസ്തു നാളിൽ മുൻമഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാം. പെന്തക്കോസ്തു നാളിൽ മുൻമഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാം. ചലിക്കുന്ന എല്ലാ പ്രാണികളും ഇന്ന് ചലനമുണ്ടാക്കി ജീവൻ പ്രാപിപ്പാൻ. ചലിക്കുന്ന എല്ലാ പ്രാണികളും ഇന്ന് ചലനമുണ്ടാക്കി ജീവൻ പ്രാപിപ്പാൻ. ചൈതന്യം നൽകേണോ നവജീവൻ വേണം നിത്യതയിലെത്തി ആശ്വസിച്ചിടാം. ചൈതന്യം നൽകേണോ നവജീവൻ വേണം നിത്യതയിലെത്തി ആശ്വസിച്ചിടാം. പെന്തക്കോസ്തു നാളിൽ മുൻമഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാം. പെന്തക്കോസ്തു നാളിൽ മുൻമഴ പെയ്യിച്ച പരമപിതാവേ മുട്ടോളമല്ല അരയോളം പോരാ വലിയൊരു ജീവനദി ഒഴുകാതെ. മുട്ടോളമല്ല അരയോളം പോരാ വലിയൊരു ജീവനദി ഒഴുകാം. നീരിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത നീരുറവ ഇന്നു തുറന്നതാ. നീരിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത നീരുറവ ഇന്നു സൈന്യത്താലെയല്ല ശക്തിയാലെയല്ല ദൈവത്തിന്റെ ആത്മശക്തിയാലേ. സൈന്യത്താലെയല്ല ശക്തിയാലെയല്ല ദൈവത്തിന്റെ സൈന്യത്താലെയല്ല ശക്തിയാലെയല്ല ദൈവത്തിന്റെ ആത്മശക്തിയാൽ. സൈന്യത്താലെയല്ല ശക്തിയാലെയല്ല ദൈവത്തിന്റെ ആത്മശക്തിയാലേ. ഹല്ലേലൂയ പാടാം ആണിക്കല്ലു കയറ്റാം ദൈവസഭ പണിയാം. ആർത്തുപാടി സ്തുതിക്കാം 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 ഹല്ലേലൂയ ശബലം ദലമുനിത വനഗദാ ഗദാ ഗോരി ശബലം ദേരിഗദേ ഗോരി ഗലം ഗോരി ഗദാ വൈദാ നവനാരഗദേ ഗോരി ബശേഗേരി ഗാലാബാ ഗോരി ശബലം ദേരിഗദാ വൈദാ രാബാ ഗോരി ബാലാ ബാശേ ഭേരി ഗാ ഗോരി ബാലം ദേ വൈദാ ലാബാ ഗോരി ബശേഗേരി ഗാലംദാ വൈദാ ലാബാ ഗോരി ബശേഗേരി ഗാ ഗോരി ബാലം ദേരി ബാജുദാ ലാബാ ലാബാ ഗോരി ബാലം ദാ ലാബാ ഗോരി ഗശാബാ ദേരി ദേരി ബാജുദാ ലാബാ ഗോരി ബാലം ദേരി ബാ ലാബാ ലാബാ ഗോരി ബാലം ഗോരി ബാലം ദാ വൈദാ ഗോരി ബാലാ ലാബാ ഗോരി ബാലാ ലാബാ ജുദാ ലാബാ ദാ വൈദാ ഗോരി ബശം ദേ ഗോരി ബാലഗദാ ഗോരി ബശം ദേരി ലാബാ ലാബാ വൈദാ ലാബാ ഗോരി ബാലഗദാ ശബലം ദേരി ബാലാബാ ശാബാ ഗോരി ബശം ദേരി ഗോരി ബാലാബാ ലാബാ ജുദാ ബാലാ ഗോരി ബാലം ദല വൈദാ വനഗദേ ഗോരി ബശം ദേ അഥേരെ വൈദാ ലാബാ ഗോരി ബശം ദേരി വൈദാ ലാബാ ലാബാ ഗോരി ബാലം ദല വൈദാ വനഗദേ. ഈ പകൽ ഹോളിനകത്ത് ഒഴുകുക ശബലം ധര വൈദ വലഗദ ഗോരി ബല ബാബാ ശേഖേ ശബലം ധര വൈദ അഥേരെ ദിബാ ശബലം ധര വൈദ ബല ഗോരി ശേഖേ അഥേരെ ശബലം ധര ബലഗദേ അഥേരെ ദിബാ ശബലം ധര അഥേരെ ബല ശബലം ധര അഥേരെ ബല അഥേരെ ശേഖേ ഗലം ധര വൈദ ബല അഥേരെ ശബലം ധോ ശബലം ധര വൈദ ശഗദ അഥേരെ ശബലം ധോ അഥേരെ ഗരാദര ധോരി ബഗരാദര നീരാ രഗദേ 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 രക്ഷാദാ ദൂരവരം ശേഖദം ശഗരാദര രഗദേ വരം ഔഡവരാദഗരേ രഗദേ രഗദേ വരം ശഗരാദര ആരാ ഹോരി വരാദഗരേ വരം ശഗരഗദേ യേശുവിന്റെ നാമത്തിൽ ആരാ
നിന്റെ സാന്നിധ്യം ഈ പകൽ അങ്ങയുടെ യേശുവിന്റെ അധികാരമുള്ള നാമത്തില് ആമേനെ നീട്ടിയിട്ടല്ലാതെ കടപ്പാൻ വഹിയാത്തൊരാത്മാവിന്റെ നദി, നീട്ടിയിട്ടല്ലാതെ കടപ്പാൻ വഹിയാത്തൊരാത്മാവിന്റെ നദി, നീട്ടിയിട്ടല്ലാതെ കടപ്പാൻ വഹിയാത്തൊരാത്മാവിന്റെ നദി ഈ പകൽ ഈ ഹോളിനകത്ത് ഒഴുകി വരുന്നതിനാൽ യേശുവിന്റെ നാമത്തില് ആമേനെ ജീവനുളവാകുന്ന പ്രാണനെ കൊടുക്കുന്ന ആത്മമജ്ജകളെ തണുപ്പിക്കുന്ന ഒരു ദൈവിക അഭിഷേകമായി ഈ മകൻ അത് സർവ്വനാകുന്ന യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില് വിവിധ വ്യാധിക്കാർ, വിവിധ പ്രശ്നക്കാർ, ജീവിതത്തിൽ വിവിധമായി ഇരിക്കുന്നവര് ആത്മാവിന് വിടുതൽ യേശുവിന്റെ നാമത്തില് ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ പരിശുദ്ധാത്മാവിൻ്റെ വലിയ സാന്നിധ്യം നമ്മുടെ നടുവിൽ വെളിപ്പെടേണ്ടതിനായിട്ട് നമ്മെല്ലാവരും വളരെ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുമ്പോൾ തുടർന്നുള്ള നമ്മുടെ ആരാധനയുടെ അനുഗ്രഹത്തിനായിട്ട് പ്രൈസ് ഗോഡ് കർത്താവ് നമ്മെല്ലാവരെയും ബലപ്പെടുത്തേണ്ടതിനായി ഈ സമയം പ്രൈസ് ഗോഡ് സഹോദരിമാരുടെ കർത്താവ് നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുമിച്ച് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ സങ്കീർത്തനങ്ങളുടെ പുസ്തകം 86-ാം അധ്യായം അതിൻ്റെ 1 മുതൽ അവസാനം വരെയുള്ള വേദവാക്യങ്ങളെ വാക്യപ്രതി വാക്യമായി വായിക്കാം. ദയവായി നാം ഒരുമിച്ച് ദൈവപാദപീഠത്തിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ സങ്കീർത്തനങ്ങളുടെ പുസ്തകം 86 ചാപ്റ്റർ 86 ആമേൻ 1 മുതൽ അവസാനം വരെയുള്ള വേദവാക്യങ്ങളെ വാക്യപ്രതി വാക്യമായി വായിക്കാം. ദയവായി നമ്മളെല്ലാവരും ഒരുമിച്ച് ദൈവപാദപീഠത്തിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ സങ്കീർത്തനങ്ങളുടെ പുസ്തകം 86-ാം അധ്യായം 1 മുതൽ അതിൻ്റെ അവസാനം വരെയുള്ള വേദവാക്യങ്ങളെ വാക്യപ്രതി വാക്യമായി വായിക്കാം. ആമേൻ. എല്ലാ പ്രിയപ്പെട്ടവരും എടുത്തു എന്ന് വിശ്വസിക്കുന്നു. യഹോവേ ചെവി ചായ്ക്കണമേ, എനിക്ക് ഉത്തരമരുളണമേ, ഞാൻ എളിയവനും ദരിദ്രനുമാകുന്നു. കർത്താവേ എന്നോട് കൃപയുണ്ടാകണമേ, ഇടവിടാതെ ഞാൻ നിന്നോട് നിലവിളിക്കുന്നു. കർത്താവേ നീ നല്ലവനും ക്ഷമിക്കുന്നവനും നിന്നോട് അപേക്ഷിക്കുന്നവരോടൊക്കെയും മഹാദയാലുവുമാകുന്നു. നീ എനിക്ക് ഉത്തരമരുളുകയാൽ എൻ്റെ കഷ്ടദിവസത്തിൽ ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു. കർത്താവേ നീ ഉണ്ടാക്കിയ സകല ജാതികളും തിരുമുമ്പിൽ വന്ന് നമസ്കരിക്കും, അവൻ നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തും. യഹോവേ നിന്റെ വഴി എനിക്ക് കാണിച്ചു തരണമേ, എന്നാ ഞാൻ നിന്റെ സത്യത്തിൽ നടക്കും. നിന്റെ നാമത്തെ ഭയപ്പെടുവാൻ എൻ്റെ ഹൃദയത്തെ ഏകാഗ്രമാക്കണമേ. എന്നോടുള്ള നിന്റെ ദയ വലുതല്ലോ, നീ എൻ്റെ പ്രാണനെ അധമ പാതാളത്തിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു. നീയോ കർത്താവേ കരുണയും കൃപയും നിറഞ്ഞ ദൈവമാകുന്നു, ദീർഘക്ഷമയും മഹാദയും വിശ്വസ്തതയും ഉള്ളവൻ തന്നെ. അവസാനത്തെ വാക്യം ഒരുമിച്ച് വായിക്കാമോ? എന്നെ പയക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കായ ഒരടയാളം എനിക്ക് തരണമേ. യഹോവേ നീ എന്നെ സഹായിച്ച് ആശ്വസിപ്പിച്ചിരിക്കുന്നു വല്ലോ. എന്നെ പയക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കായ ഒരടയാളം എനിക്ക് തരണമേ. യഹോവേ നീ എന്നെ സഹായിച്ച് ആശ്വസിപ്പിച്ചിരിക്കുന്നുവല്ലോ. നമ്മുടെ കണ്ണുകളടച്ച് ദൈവത്തോട് ഒരുമിച്ച് പ്രാർത്ഥിക്കാമോ? ഓരോ ദിവസവും ദൈവം നടത്തുന്ന പരിപാലിക്കുന്ന ദൈവത്തിൻ്റെ കരുതലുകളെ ഓർത്തുകൊണ്ട് ഹേമേൻ മഹാദൈവം നമ്മോട് കാണിക്കുന്നതിൻ്റെ കടാക്ഷങ്ങളെ കൃപയെ കരുണയെ ഓർത്ത് ആമേനെ ഇന്നയോളം നമ്മെ നടത്തിയ ദൈവത്തെ ഓർത്തുകൊണ്ട് അല്പനേരം സ്തോത്രം ചെയ്യാമോ? ഞങ്ങൾ എണ്ണത്തിലൊന്നു പോലും കുറയാതെ വണ്ണം ദൈവം നമ്മെ കാത്തതിനായി സ്തോത്രം ചെയ്യാമോ?
അനർത്ഥങ്ങളും അപകടങ്ങളും രോഗങ്ങളും ജീവിതത്തിന്മേൽ ആമേന് ശത്രുവായവൻ തൊടുത്തു വിട്ടപ്പോഴൊക്കെയും അതിൻ്റെ നടുവിൽ ദുഷ്ടന് വിട്ടുകൊടുക്കാതെ വണ്ണം നമ്മെ ആമേന് കരുതിയ ദൈവത്തെ ഓർത്ത് സ്തോത്രം ചെയ്യാമോ? ഹല്ലേലൂയ, ആമേൻ. ആഹാരത്തിന് ആഹാരം, വസ്ത്രത്തിന് വസ്ത്രം, പാർപ്പിടത്തിന് പാർപ്പിടം വേണ്ടതല്ല ഒരുക്കി തന്ന ദൈവത്തിനായി സ്തോത്രം ചെയ്യാമോ? ആമേൻ. നമ്മുടെ ബിസിനസ് മേഖലകൾ, ഞങ്ങളുടെ ഉപജീവന മേഖലകളിൽ, ആമേൻ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ മേഖലകളിൽ കൂടെ ഉണ്ടായിരുന്ന ദൈവത്തിനായി സ്തോത്രം ചെയ്യാമോ? ഹല്ലേലൂയ. ശക്തമായ പകർച്ചവ്യാധി ദേശത്ത് പടർന്നുകൊണ്ടിരിക്കുമ്പോഴും അതിൻ്റെ നടുവിൽ ദൈവസഭയെ, കുടുംബങ്ങളെ ദൈവം പരിപാലിച്ചതിനായി സ്തോത്രം ചെയ്യാമോ? ഒന്നുമില്ലായ്മയിൽ നിന്നുമെന്നെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം, എൻ്റെ വല്ലായ്മകൾ കണ്ടിട്ടെങ്ങും നെഞ്ചോടു ചേർക്കുന്ന സ്നേഹം, ഒന്നുമില്ലായ്മയിൽ നിന്നുമെന്നെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം, എൻ്റെ വല്ലായ്മകൾ കണ്ടിട്ടെങ്ങും നെഞ്ചോടു ചേർക്കുന്ന സ്നേഹം. ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലണം? എന്നെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുൻപിൽ കാഴ്ചയേകിടാം. ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും? എന്നെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുൻപിൽ കാഴ്ചയേകിടാം. പ്രിയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ പാദത്തിലേക്ക് അടുത്തു വരുന്നു. ഇത്ര നല്ല ദൈവത്തിന് നന്ദി അർപ്പിക്കുവാൻ എന്തൊക്കെ വേണം. ഞങ്ങളുടെ കുഞ്ഞു ജീവിതത്തെ ഇത്രത്തോളം ധന്യമാക്കിക്കൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ മഹാ കരുണയെ ഓർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. തൻ്റെ ജനത്തെ, തൻ്റെ മക്കളെ അങ്ങ് ആശീർവദിച്ച് ആമേന് പരിപാലിക്കുമാറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. നടത്തിയ വിധങ്ങളെ ഓർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. വിവിധ ഇടത്തിലായിരുന്നു നിങ്ങൾ ഒരുമിച്ച് ഹോളിനകത്തിരുന്നു കൊണ്ട് ആമേൻ ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാമത്തെ ദിവസം വിശുദ്ധ ആരാധനയായി ദൈവപാദപീഠത്തിലായിരിക്കുമ്പോൾ തൻ്റെ ജനത്തെ, തൻ്റെ മക്കളോട് ദൈവത്തിൻ്റെ കരുണ വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. നന്ദി പറയുവാൻ, സ്തോത്രം ചെയ്യുവാൻ, ആരാധന അർപ്പിക്കുവാൻ തക്കവണ്ണം തൻ്റെ മക്കളായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വലിയ കൃപ ഇവരോടുകൂടെ പിന്നെയും വെളിപ്പെടുത്തുമാറണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ബലഹീനരായ ഞങ്ങളെ അങ്ങ് ബലപ്പെടുത്തി തൻ്റെ നാമ മഹത്വത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇന്ന് പകൽ വായിച്ച സങ്കീർത്തനത്തെ തിരുകരങ്ങളിൽ തരുന്നു. സങ്കീർത്തനത്താൽ ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കും. തിരുനാമത്തിന് വേണ്ടി പിന്നെയും ഞങ്ങളെ പ്രയോജനപ്പെടുത്തും. ക്രിസ്തയേശുവിന് അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ശാന്തമായ ദൈവസന്നിധിയിലിരിക്കാം. ഹല്ലേലൂയ. വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. സന്തോഷത്തോടെ കരമുയർത്തി കർത്താവിൻ്റെ മഹത്വം കരയേറ്റാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. നിങ്ങളുടെ സന്തോഷമുള്ള മുഖത്തെ ഒരു തവണ കൂടെ കാണാൻ ദൈവം എനിക്ക് തന്ന ഭാഗ്യത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ഗോഡ്. അനുഗ്രഹീതമായ ഗാനങ്ങൾ ആലപിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തിയ ഞങ്ങളുടെ പ്രിയ കുഞ്ഞുങ്ങളെ ഓർത്ത്, പ്രത്യേകിച്ച് ലീഡ് ചെയ്യുന്ന പ്രിയ ശങ്കർ ബ്രദറിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. കർത്താവ് ധാരാളമായി തൻ്റെ മക്കളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇങ്ങനെ ഈ പ്രാർത്ഥന ഇത്രത്തോളം അനുഗ്രഹമാക്കിക്കൊണ്ടിരിക്കുന്ന എൻ്റെ ദൈവത്തിന് നന്ദി അറിയിക്കുന്നു. പ്രൈസ് ഗോഡ്. ആമേൻ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്ന് എന്നെ സന്തോഷിപ്പിക്കുന്ന ഭാഗം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്ന് അടുത്ത ആരാധനയ്ക്ക് വേണ്ടി കാണിക്കുന്ന ബത്തപ്പാട്, ആ താല്പര്യം, അവയൊക്കെ ഇന്നത്തെ ആരാധനയുടെ ഏറ്റവും അനുഗ്രഹം എന്ന് പറയുന്നത്. പ്രൈസ് ഗോഡ്. കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്തിട്ട് ഞങ്ങൾ ഇന്നലെ ഈ ഹോൾ, ഈ പ്രവർത്തനം ആരംഭിച്ചിട്ട് ഇന്നേക്ക് 10 വർഷത്തിൽ
പഴക്കമുണ്ട്. വാസ്തവം ഇന്നലെ ഞങ്ങൾ ഇങ്ങനെ ഇന്നലെ പാട്ടൊക്കെ പ്രാക്ടീസ് ചെയ്യും, കുഞ്ഞുങ്ങളൊക്കെ രാത്രിയിൽ ഉണ്ടായിരുന്നു. ഞാൻ ഇവരാക്കിയിട്ട് നെടുമങ്ങാട് പോവുകയായിരുന്നു. പക്ഷെ ഞാൻ വന്നപ്പോഴത്തേക്ക് ഇതെല്ലാം ഓഫായി. ഇങ്ങനെ ഇവരെല്ലാം റോഡിൽ ഇങ്ങനെ നിൽക്കുകയാണ്. എന്തെന്ന് ചോദിച്ചപ്പോൾ പെട്ടെന്ന് ആരോ ഒരാൾ വന്ന് ഇവിടെ എല്ലാം നിർത്തണം, ശബ്ദം കുറയ്ക്കണം എന്നൊക്കെ പറഞ്ഞ് ആക്രോശിച്ചിട്ട് പോയെന്നൊക്കെ പറഞ്ഞായിരുന്നു. പ്രൈസ് ഗോഡ്. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, സഭ അടുത്തൊരു തലത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. സഭ അടുത്തൊരു സ്റ്റെപ്പ് എടുത്ത് വെച്ചേക്കുകയാണ്. അവ വെക്കുമ്പോഴാണ് നമ്മൾ മിണ്ടാതിരുന്ന് നോക്ക്, ആർക്കും പ്രശ്നം ഉണ്ടാകത്തില്ല. നമ്മളൊന്ന് ആരാധിച്ച് നോക്ക്, നമ്മൾ ഒന്ന് സൈലൻ്റായി ഒന്ന് നമ്മുടെ പ്രാർത്ഥന അന്തരീക്ഷമില്ലാതെ ജീവിതത്തെ മുന്നോട്ട് നയിച്ചു നോക്ക്, നോ പ്രോബ്ലം, ഒരു കുഴപ്പമുണ്ടാകത്തില്ല. നിങ്ങൾ സാധാ നിങ്ങളുടെ ലൈഫ് എന്ത് ചെയ്യും, മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഉയർച്ചകളും താഴ്ചകളും ഇതെല്ലാം അതിൻ്റെ പുറകെ നടന്നുകൊണ്ടിരിക്കും. നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. പ്രൈസ് ഗോഡ്. പക്ഷേ ആത്മാവിൽ ഉണർന്നൊന്ന് പ്രാർത്ഥിക്കാനും ദൈവത്തോട് കൂടുതൽ അടുക്കാനും തുടങ്ങി നോക്ക്, പ്രശ്നങ്ങൾ ഒന്നിനു മുകളിൽ ഒന്നായി ഇങ്ങനെ ഭയങ്കരമായി ഭരിച്ചുകൊണ്ടിരിക്കും. എന്ന് പറഞ്ഞാൽ ഫലമുണ്ടാകുന്നു തുടങ്ങിക്കഴിഞ്ഞാൽ അടുത്തൊരു ലെവലിലേക്ക് അടുത്തൊരു സ്റ്റെപ്പ് എടുത്ത് വെക്കാൻ തുടങ്ങിയാൽ പ്രതികൂലങ്ങൾ ശക്തമായി അഞ്ഞടിക്കാൻ തുടങ്ങും. പ്രൈസ് ഗോഡ്. ആമേൻ. ഞങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തനെന്ന് ഞങ്ങൾ എണ്ണുന്നു. ദൈവം തൻ്റെ മഹത്വം ഞങ്ങളുടെ നടുവിൽ വെളിപ്പെടുത്തുക തന്നെ ചെയ്യും. പ്രൈസ് ഗോഡ്. ആമേൻ. ഞാനില്ലായിരുന്നു, ശാന്തേട്ടനാണ് കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്തതെന്ന് പറഞ്ഞ് വലിയ സന്തോഷത്തോടെ അവർ പിരിഞ്ഞുപോയി. എനിവേ ആമേൻ. ഈ ചുറ്റുപാടെല്ലാം ദൈവം ഞങ്ങൾക്ക് അനുകൂലമാക്കി തന്ന ദൈവത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ സ്നേഹിക്കുന്നവരാണ് ഈ ചുറ്റുപാടൊക്കെ ഉള്ളവർ. ആമേൻ. വാസ്തവത്തിൽ എൻ്റെ കുഞ്ഞ് നെടുവേലി സ്കൂളിൽ പഠിക്കുന്നതിൻ്റെ പിറകെ പോലും എൻ്റെ ഓപ്പോസിറ്റ് താമസിക്കുന്ന ഞങ്ങളെ സ്നേഹിക്കുന്ന ആ പ്രിയ ബ്രദറാണ്. ആമേൻ. അവിടുത്തെ ക്ഷേത്രത്തിൻ്റെ മെയിൻ കമ്മിറ്റിയിലെ ആളാണ്. ഞങ്ങളുമായി സ്നേഹബന്ധം, ഈ ദേശം ഞങ്ങൾക്ക് തരുന്ന എല്ലാ സ്നേഹങ്ങളെയും കരുതലുകളെയൊക്കെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. കർത്താവ് നമ്മെ ഉറപ്പിക്കുന്നൊരു നാളുണ്ട്. നമുക്കിത് താൽക്കാലികമാണ്. ഇവിടെ നമ്മെ ഉറപ്പിക്കുന്നൊരു നാളുണ്ട്. ഞാനതുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ ദിവസങ്ങൾ ശക്തമായി പ്രാർത്ഥിക്കുന്നൊരു വിഷയം, ദൈവം ദൈവസഭയെ ഉറപ്പിക്കണം. ദൈവം ദൈവസഭയ്ക്ക് വേണ്ടി സ്വന്തമായത് ചെയ്തു തരുവാൻ കരുത്തുള്ളവനായ ദൈവം. ആ ദൈവത്തെ ഓർത്ത് ഞാൻ സ്തുതിക്കുന്നു. ഞങ്ങളോടൊപ്പം കൂടി വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ക്രിസ്തുവിൽ വന്ദനം ചൊല്ലുന്നു. ഞങ്ങളുടെ പ്രിയ സ്വർണ്ണനങ്ങൾ അമ്പി ആൻറ്റിയൊക്കെ ആയിരിക്കുന്നതിൽ അധികം സന്തോഷിക്കുന്നു. കർത്താവ് ധാരാളമായി അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഇങ്ങനെ വന്നിരുന്ന് ദൈവത്തെ ആരാധിക്കാൻ ഒരിക്കലും അസാധ്യമെന്ന് വിചാരിച്ചെടുത്ത് ദൈവം തൻ്റെ കുടുംബത്തെ കൂട്ടിച്ചേർത്ത വിധത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. പ്രിയ കുടുംബം ഞങ്ങളോട് കാണിക്കുന്ന എല്ലാ സ്നേഹങ്ങൾക്കും കരുതലുകൾക്കായി സ്തോത്രം. ഞങ്ങളുടെ ലില്ലി ആൻറ്റി ആയിരിക്കുന്നതിൽ അധികം സന്തോഷിക്കുന്നു. എനിക്കൊന്ന് ആൻറ്റി ഇനി മുതൽ ഞങ്ങളോടൊപ്പം ഒരുമിച്ച് കൂട്ടായ്മയിൽ പങ്കാളിയായിത്തീരും. പ്രൈസ് ഗോഡ്. ആമേൻ. അങ്കിൾ ഞങ്ങളോടൊപ്പം കൂട്ടായ്മയിൽ പങ്കാളിയായിത്തീരും. പ്രൈസ് ഗോഡ്. കർത്താവ് ധാരാളമായ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രിയ ബാബു അങ്കിളായിരിക്കുന്നതിൽ അതിയായി സന്തോഷിക്കുന്നു. നമ്മുടെ ഉളിയൂരിലെ അങ്കിളെ ഓർത്ത് പ്രാർത്ഥിക്കുക. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ശക്തമായ ബലഹീനതയാലൊക്കെ പാർപ്പെടുന്നുണ്ട്. യൂറിൻ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായി, യൂറിൻ ബാഗൊക്കെ ആയിട്ടൊക്കെ ആയിരിക്കുന്നു. പ്രാർത്ഥിക്കുക, പൂർണ്ണമായൊരു വിടുതൽ ഒരുക്കാൻ. ഇപ്പോൾ അദ്ദേഹത്തിന് അങ്കിളിന് ഭയങ്കര ആവശ്യമാണ്, ആൻറ്റിക്ക് ആവേശമാണ്. ആൻറ്റി അങ്കിളിനോട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഫോൺ ചെയ്ത് ഇങ്ങനെ പറഞ്ഞു, പാഷേ ആലയത്തിൽ വന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല പാഷേ, ഇതൊന്ന് മാറിക്കിട്ടിയാൽ ഞങ്ങൾക്കിപ്പോൾ ഞായറാഴ്ച വീട്ടിലിരിക്കാൻ തോന്നുന്നില്ല, ഹാളിലേക്ക് വന്ന് പ്രാർത്ഥിക്കണമെന്ന്. ആ ഒരു ആവേശം ദൈവം അവർക്ക് കൊടുത്തതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ഗോഡ്. പ്രീത ആൻറ്റി ആയിരിക്കുന്നു, അതിയായി സന്തോഷിക്കുന്നു. തിരുമുഖങ്ങളൊക്കെ പെൻഡിങ് ആണ്. ദൈവം അവരൊക്കെ വേഗത്തിൽ കൂട്ടിച്ചേർക്കുമാറാകട്ടെ. ആയിരിക്കുന്നിടങ്ങൾ ദൈവം കാക്കട്ടെ. ആമേൻ. കുളപ്പടയിൽ ഞങ്ങൾക്കൊരു ഞങ്ങളുടെ ഒരു പ്രവർത്തനം അവിടെയുണ്ട്. ഞങ്ങളുടെ അക്കമ്മാൻ്റെയൊക്കെ അവിടെ ആയിരിക്കുന്നു. കർത്താവ് അവിടുത്തെ ഞങ്ങളുടെ ഈവനിങ്ങിലെ പ്രെയറിനെ ഓർത്ത് പ്രാർത്ഥിക്കുക. ശക്തമായ ദേശത്തിൽ ഒരു വലിയ ദൈവപ്രവൃത്തി ഉണ്ടാകാൻ ഈ പകൽ ഈ ഹോളിനകത്തിരിക്കുന്ന ദൈവസഭയെ നിങ്ങളെ ആർക്ക് വേണ്ടെന്ന് പറഞ്ഞാലും അവർക്ക് നിങ്ങളെ വേണമെന്നാക്കി തീർക്കുവാൻ കരുത്തുള്ള ഒരു ദൈവത്തിൻ്റെ അസാധാരണമായ കരം നമ്മുടെ നടുവിലുണ്ട്. തള്ളിക്കളഞ്ഞവരും തള്ളിപ്പറഞ്ഞവർക്കും ആമേൻ വേണമെന്ന് പറഞ്ഞു. ഞാൻ ഭയങ്കര സന്തോഷമുണ്ട്.
ജയശങ്കർ അങ്കിള് ആമേൻ കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു, പാസ്റ്ററെ എൻ്റെ മകൻ എന്നെ വിളിച്ചിട്ട് സോറി പറഞ്ഞു. അപ്പം വന്നുപോയ തെറ്റുകളെല്ലാം എന്നോട് ക്ഷമിക്കുക. ആമേൻ, എന്നിൽ വന്നുപോയ തെറ്റുകളെല്ലാം ക്ഷമിക്കപ്പാ. ആമേൻ എന്ന് പറഞ്ഞ് അവരിപ്പോൾ അപ്പനും മകനും ഒക്കെ ഭയങ്കര സ്നേഹബന്ധത്തില്ല. ഏമേൻ. ഞാനത് കേട്ടപ്പോൾ എൻ്റെ ആകെ ആളിക്കത്തി. ദൈവത്തെ കൊണ്ട് അസാധ്യമായതൊന്നുമില്ല. ദൈവത്തെ അന്വേഷിക്കുമ്പോൾ തന്നെ ദാവീദ് ആമേൻ തൻ്റെ ജീവിതത്തിൽ ഒരുപാട് മേഖല ഒറ്റപ്പെട്ടുകൊണ്ടിരുന്നു. എന്ന് പറഞ്ഞാൽ ആമേൻ തനിക്കൊരു പ്രതിയോഗി എപ്പോഴും പിന്നാലെ ഉണ്ടായിരുന്നു. ഞാൻ വിശ്വസിക്കുന്നു ഒരു പ്രതിയോഗി ഉള്ളത് നല്ലതാ. അത് ആമേൻ എനിക്ക് യേശുവിനോട് ദൈവത്തോട് കൂടുതൽ അടുക്കാൻ കഴിയും. ഒരു എതിരാളി ഉള്ളത് നല്ലതാ. അതെനിക്ക് എൻ്റെ ദൈവത്തോട് കൂടുതൽ അടുക്കാനേ പറ്റത്തുള്ളൂ. എതിരാളി ഉണ്ടെങ്കിൽ ആ എതിരാളിയെ കണ്ട് ഭയന്നു പോകുന്നവർ പരാജയപ്പെട്ടു പോകും. എതിരാളിയെ കണ്ട് അവനെ കീഴ്പ്പെടുത്താൻ കഴിയുന്നൊരു ബലത്തിന് വേണ്ടി ആഗ്രഹിച്ച് ആ ബലത്തോടുകൂടെ പോകുന്നുണ്ടെങ്കിൽ ആ എതിരാളി വീഴും, നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കും. പ്രൈസ് ഗോഡ്. പലപ്പോഴും നമ്മൾ പലരും ക്ഷീണിച്ചു പോകുന്നത് എതിരാളിയെ കണ്ട് നാം ക്ഷീണിച്ചു പോകാറുണ്ട്. മുമ്പിലിരിക്കുന്ന എതിരാളി വലിയവനെങ്കിൽ അവനെ എതിരായി എഴുന്നേക്കാൻ കഴിയുന്ന ഒരു ബലം നിങ്ങളിൽ ഉണ്ടാകാൻ ഈ ദിവസങ്ങൾ ആഗ്രഹിക്കും. അവിടെ ക്ഷീണിച്ചു പോയാൽ അവൻ്റെ വാളിന് ഇരയായിത്തീരും. അവിടെ ക്ഷീണിച്ചു പോകാതെ എതിരാളിയെ ജയിക്കാൻ കഴിയുന്നൊരു ബലം, ഒരു മനക്കരുത്ത്, ഒരു ധൈര്യം ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്നവരുടെ ഉള്ളത്തിനകത്ത് ദൈവാത്മാവ് തെരുമാറാകട്ടെ. ആമേൻ. എത്രയോ ആവർത്തിയ ആമേൻ ദാവീദിന് നേരെ ശൗൽ എന്ന രാജാവ് അധികാരമുള്ളവൻ എഴുന്നേറ്റ് വന്നത് ഒട്ടനവധി ആവർത്തി. പ്രൈസ് ഗോഡ്. ഇപ്പോൾ കൊന്നുകളയാമെന്ന് പറഞ്ഞു. ഇവിടെ സാറാമ്മ ആൻറ്റി ഇരിപ്പുണ്ട്. ആൻറ്റിയുടെ മാതാവ് കഴിഞ്ഞ ദിവസങ്ങൾ പ്രാർത്ഥിക്കുകയായിരുന്നു. പ്രൈസ് ഗോഡ്. ആൻറ്റിയുടെ പപ്പ ആമേന് നല്ല പ്രായമുണ്ട്, ബലഹീനയായ ഹോസ്പിറ്റലിൽ ആമേൻ ട്രീറ്റ്മെൻറ്റിൽ ഇങ്ങനെ നിൽക്കുക. ആൻറ്റി എന്നെ വിളിച്ചേച്ച് എന്നോട് പറയുക, പാസ്റ്റേ പപ്പ മരണപ്പെട്ടു. ആമേൻ. ഞാൻ പറഞ്ഞു, ആമേന് ഞാൻ എന്തോ പറഞ്ഞു കൊടുക്കാനായിട്ട്. എന്നോട് പറയുക, ഇങ്ങനെ കടുത്തു നിൽക്കുക, രോഗം മൂർത്തിച്ച് നിൽക്കുക, ടെസ്റ്റ് ചെയ്തപ്പോൾ മറ്റെന്തോ രോഗങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് എൻ്റെ പപ്പ. ഞാൻ പറഞ്ഞു, ആൻറ്റി അപ്പച്ചന് നല്ല പ്രായമുണ്ട്. ആമേൻ. പ്രൈസ് ഗോഡ്. അപ്പച്ചന് വേണ്ടി പ്രാർത്ഥിക്കുക. ആമേൻ. നല്ല പ്രായമുണ്ട്. ഈ പ്രായത്തിൽ മക്കളായി നമുക്ക് അപ്പച്ചന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റുമോ അത് ചെയ്യുക. ആമേൻ. അപ്പം ആൻറ്റി എന്നോട് പറഞ്ഞു, പാഷ പ്രാർത്ഥിച്ച് എന്താണെന്ന് എന്നോട് പറയണേ പാഷ എന്ന് പറഞ്ഞ് ഞാൻ പിന്നെ ഒന്നും പറയാനൊന്നും പോയില്ല. പ്രൈസ് ഗോഡ്. ആമേൻ. ഇന്ന് പകൽ ഈ ഹാളിനകത്തിരിക്കുന്നവരെ ആമേൻ ആൻറ്റി തളർന്നു പോയി. ആൻറ്റി തളർന്നു പോകാൻ കാരണം ആൻറ്റി പറയുമ്പോൾ എന്നോട് പറഞ്ഞു, എൻ്റെ അപ്പൻ ആമേൻ എല്ലാവരെയും പോലെയല്ല, തനിക്കൊരു സ്പെഷ്യലായിരുന്നു. ആമേൻ. തനിക്കൊരു സ്പെഷ്യലായിരുന്നു. എൻ്റെ അപ്പൻ ആമേൻ എല്ലാവരെയും പോലെ അല്ല. തനിക്കത് പറയാൻ, അങ്ങനെ പറയാനുണ്ടെങ്കിൽ ഇതിനകത്തിരിക്കുന്ന ഓരോരുത്തർക്കും അവരുടെ പാരൻസിനെ അങ്ങനെ പറയാൻ ഒരുപാടുണ്ട്. ആമേൻ. ഇന്ന് പകലിൽ ആമേൻ എൻ്റെ അപ്പൻ എനിക്ക് വളരെ സ്പെഷ്യലായ ഒരാളായിരുന്നു. ആ അപ്പൻ്റെ ബലഹീനത കാണാൻ എൻ്റെ കണ്ണുകൾക്ക് പറ്റത്തില്ല, എനിക്കത് കഴിയത്തില്ല. പ്രശ്നം സങ്കീർണമാണെങ്കിൽ അതിനെ ഓവർകം ചെയ്യാ ഈ ബലം പോരാ. അകത്തളത്തിൽ ആഴമായൊരു ദൈവശക്തി വന്നേ മതിയാകത്തുള്ളൂ. അതുകൊണ്ട് എതിരാളി ശക്തനാണെങ്കിൽ, ദാവീദിൻ്റെ എതിരാളി നിസ്സാരക്കാരനല്ല, രാജാവാ എതിരാളിയായി നിൽക്കുന്നവൻ. എതിരാളി ശക്തനാണെങ്കിൽ ദാവീദ് അന്നേരം അനോയിൻമെൻറ്റ് ഉണ്ടെന്നേ ഉള്ളൂ, പക്ഷേ അധികാരം ആമേന് തൻ്റെ മേൽ ഇതുവരെയും വന്നു കിട്ടിയിട്ടില്ല. ലോകപരമായ അധികാരം തൻ്റെ മേൽ വന്നിട്ടില്ല. തൻ്റെ മേൽ ദൈവീക അനോയിൻമെൻ്റ് ഉണ്ട്, സത്യമാണ്. പക്ഷേ ലോകത്തു നിന്നൊരു അധികാരം തൻ്റെ മേൽ ഇതുവരെയും വന്നിട്ടില്ല. ആമേൻ. അടുത്ത ഇസ്രായേലിൻ്റെ രാജാവെന്ന ദൈവത്തിൻ്റെ ശബ്ദം മാത്രമേ കേട്ടിട്ടുള്ളൂ. ആമേൻ. ആ അധികാരം തന്നിൽ ലോകപരമായി ഇതുവരെ കൈമാറപ്പെട്ട് വന്നിട്ടില്ല. ആമേൻ. അത് വന്നെങ്കിൽ മാത്രമേ തനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, പ്രവർത്തിക്കാൻ പറ്റത്തുള്ളൂ. ആമേൻ. അതുകൊണ്ട് അത് ലഭിക്കും വരെ
വരെ താൻ ഒളിവുകളിൽ നിൽക്കുകയാണ്. ആമേൻ. അന്നേരം അധികാരമുള്ളവൻ തനിക്കെതിരായി ശക്തമായി പോരാടിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അവനെ ജയിക്കുവാൻ പലപ്പോഴും ആമേന് തൻ്റെ മേൽ ആമേന് ദൈവികമായൊരു അനോയിൻമെന്റ് മാത്രമേ ഉള്ളൂ. അധികാരം ലോകപരമായി രാജാവിൻ്റെ അധികാരം തന്നിൽ ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ട് താൻ അതിനെ ജയിക്കുവാൻ തക്കവണ്ണം വളരെ ബന്ധപ്പെടുന്നുണ്ട്. ഇന്ന് പകൽ എതിരാളി ശക്തനാണെങ്കിൽ അവനെ ജയിക്കുവാൻ ഈ ബലം പോരാ. അവന് അധികമായൊരു ദൈവിക ശക്തി എന്നിലും നിങ്ങളുടെ അകത്തളത്തിന്മേൽ വ്യാപരിച്ചേ മതിയാകത്തുള്ളൂ. ആമേൻ. ഇത് ലഭിക്കാതെ പോകുന്നവരെ മാനസികമായി തളർന്നു പോകുന്നവർ. ഇടയ്ക്ക് അശ്വതിക്ക് കടുത്ത തലവേദന, ഇങ്ങനെ അസാധ്യമായ തലവേദന കൂടി വരികയായിരുന്നു. ഞാനങ്ങനെ ഡോക്ടറെ കണ്ടു. ആമേൻ. ഇവളെയും കൊണ്ട് ഡോക്ടറെ കാണാൻ പോയി. ഒരു നല്ലൊരു ENT പരിചയമുണ്ട്, ചെന്ന് കണ്ടു. അദ്ദേഹം മരുന്നെഴുതി തന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇനി അത് ചെയ്യണം, ഒന്നും ചെയ്തതൊന്നുമില്ല. എനിവേ പ്രൈസ് ഗോഡ് അന്നേരത്തേക്കുള്ള മരുന്ന് മേടിച്ചുകൊണ്ടെങ്കിൽ പോന്നു. പ്രൈസ് ഗോഡ്. ആ മരുന്ന് ഞാനിങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് ഒരെണ്ണം ഇവർക്ക് മൈഗ്രീൻ തലവേദന ആരംഭിച്ചിട്ടുണ്ട്, അതിനുള്ളതാണ്. ഒരെണ്ണം ഈ ബ്രെയിനിൽ ടെൻഷൻ കടത്തു വരുതാതിരിക്കാൻ വേണ്ടി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നെക്കാളും ഭയങ്കര ടെൻഷൻ അവൾക്കുണ്ടായിരിക്കും. പ്രൈസ്. ഞാനത് നോക്കിയപ്പോൾ മരുന്നിനകത്ത് ദൈവമേ, ഇത് ഈ ബ്രെയിൻ ടെൻഷനൊന്നും ഉണ്ടാകാതെ ക്വൈറ്റായി തീരാന്തൊക്കെ ഒന്നും കൊടുക്കുന്നൊരു മെഡിസിനാണ്. അതിൻ്റെ അടുത്ത് ഞാൻ ഗൂഗിളിൽ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ആ മെഡിസിനെ കൊണ്ടുപോയത് അതാണ്. പ്രൈസ് ഗോഡ്. എന്ന് പറഞ്ഞാൽ ചിന്തകളൊന്നും വന്ന് തലവേദന കൂടുതലുണ്ടാക്കാതിരിക്കാനാണ് ഡോക്ടർ അതിനകത്ത് എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുള്ള ഒരു മെഡിസിൻ. പ്രൈസ് ഗോഡ്. പിന്നെ നമ്മൾ ആ ഭാഗത്തോട്ട് പോയില്ല, സത്യമായ കാര്യം. ആമേൻ. ഈ പകൽ ഈ ഹാളിനകത്തിരിക്കുന്നവരെ പലപ്പോഴും അസഖ്യമായ ബലഹീനത ആമേൻ ശരീരത്തെ പിന്തുടരുന്നത് ഭയങ്കര ചിന്തകൾ. ഇന്ന് പകലിൽ ഈ പ്രാർത്ഥന ഹാളിനകത്തിരിക്കുമ്പോൾ ഈ ചിന്തയെ നിലനിർത്താൻ നിങ്ങളുടെ തലയെ ആമേന് പെരുപ്പാക്കിക്കൊണ്ട് ബലഹീനപ്പെടുത്തി രോഗിയാക്കി, അത് തലവേദന കൊണ്ടിട്ട് അത് ശരീരത്തെ ബലഹീനപ്പെടുത്തി, അവയവങ്ങളെ ബലഹീനപ്പെടുത്തി വല്ലാത്തൊരു ഉള്ള ഒരു രോഗിയെ പോലെ ആക്കുന്ന 100,000 ടെൻഷനുകൾ. എന്നാൽ ഇതിനെ ജയിക്കുവാൻ നമ്മുടെ മെഡിസിനെ കൊണ്ടൊക്കെ കഴിയത്തില്ല. ഇത് കഴിച്ചാലുണ്ടാകുന്ന പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇതൊരു തരം ലഹരി പോലെ തുടർമാനങ്ങളിൽ ഇത് ഉപയോഗിച്ചേ മതിയാകത്തുള്ളൂ. എന്നാലേ ഇതെന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ. എനിക്ക് ഇതിനെ സർവൈവ് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇതിനെ ജയിക്കാൻ പറ്റത്തുള്ളൂ. എന്നാൽ എൻ്റെ ഭാരങ്ങൾ, എൻ്റെ ടെൻഷനുകൾ, എൻ്റെ വേദനകൾ, നിങ്ങളുടെ സകലമായ ആവലാതികളെ എങ്കിലേക്ക് ഇട്ടുക. ഞാൻ നിന്നെ പുലർത്താമെന്ന് പറഞ്ഞൊരു ദൈവമുണ്ട്. അത് നസ്രായനായ യേശു ക്രിസ്തുവാകിയാൽ ഇന്ന് പകൽ കൂട്ടിയാലോ കുറച്ചാലോ എനിക്ക് അല്പം പോലും കൂട്ടാനും കുറയ്ക്കാനും കഴിയത്തില്ലെങ്കിൽ വെറുതെ ഇരുന്ന് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാതെ നിങ്ങളുടെ ആവലാതികളെ മുഴുവനോ ദൈവകരങ്ങളിലേക്ക് വിട്ടുകൊടുക്കാമെങ്കിൽ നിത്യവും പുലർത്താൻ കരുത്തുള്ളവനായവൻ. കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു വീട്ടിൽ പ്രാർത്ഥിക്കാൻ പോയി. ആമേന്. അതൊരു വലിയ സംഭവമാണ്. പ്രാർത്ഥന കഴിഞ്ഞു. ആമേൻ. എൻ്റെ ആവേശത്തോടെ ഞാൻ പ്രാർത്ഥനയൊക്കെ ഉപവാസ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു. ആമേൻ. പ്രൈസ് ഗോഡ്. പ്രാർത്ഥിക്കാൻ ഞാൻ കുടുംബമായിട്ട് പ്രാർത്ഥിക്കാൻ അവരെ മുന്നേ ക്ഷണിച്ചു. പ്രാർത്ഥിക്കാൻ ആമേൻ തുടങ്ങിയപ്പോഴത്തേക്ക് ആമേൻ പ്രാർത്ഥന ശക്തമായി. നമ്മുടെ ആമേൻ അവിടുത്തെ വീട്ടിലെ വീട്ടുകാരെത്തി. പ്രൈസ് ഗോഡ്. രൂപം മാറി, ഭാവം മാറി, സ്വഭാവം മാറി, മൊത്തത്തിലൊരു ചേഞ്ചസ് ഉണ്ടായി. പ്രൈസ് ഗോഡ്. അവർ വേറൊരു രൂപമായി തീർന്നു. വേറൊരാൾ അവരിൽ നിന്ന് പുറത്ത് ചാടി വന്നു. പ്രൈസ് ഗോഡ്. ആമേൻ. അവർ പിന്നെ മുമ്പ് ഞാൻ ഇവരോടൊന്നും സംസാരിക്കാൻ പോകാറില്ലായിരുന്നു. ഇങ്ങനെ ആരെങ്കിലുമൊക്കെ സ്വഭാവം രൂപമൊക്കെ മാറിയാൽ അവരോടൊന്നും ചോദിക്കാനൊന്നും പോകത്തില്ലായിരുന്നു. പക്ഷെ ഞാനിപ്പോൾ ചോദിക്കാൻ തുടങ്ങി. കാരണം ആമേൻ
അവരും കൂടി അറിയട്ടെ, ആ വീട്ടുകാരും കൂടി അറിയട്ടെ എന്താണ് ഇവർ ആയിത്തീർന്ന സാഹചര്യം. എങ്ങനെയാണ്, ആരാണ്, എന്തിനാലാണ് എന്ന് വീട്ടുകാർ അറിയട്ടെ. നമ്മൾ വെറുതെ ആമ്പേന് ഇങ്ങനെ ശാസിച്ച് ആമ്പേന് വിടുതൽ പ്രാപിച്ച് മടങ്ങിപ്പോകുമ്പോൾ ഒരു സുഖം ആമ്പേന്. പക്ഷേ ഞാൻ കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രിയിൽ ശക്തമായി എൻ്റെ ജീവിതത്തിന് നേരെ ശക്തമായ പിശാചിൻ്റെ വെല്ലുവിളികൾ അസംഖ്യമായിരുന്നു. ഞങ്ങളിവിടെ ഹോളി വന്നതിന് ശേഷം ഹോളിലെ ആമേന് പ്രശ്നം, ആമേന് രാത്രിയിൽ വീട്ടിന് നേരെ ഭയങ്കരമായ പ്രതികൂലങ്ങൾ. ആമേന് ഞങ്ങൾ ഇന്നലെ രാത്രി ഉറങ്ങിയത്, ഞാൻ ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഏകദേശം ഒരു 2 മണിക്കൂറിനകത്തുള്ള ഉറക്കം മാത്രമേ ഉള്ളൂ. ആമേന് ഏമേന് അത്രയേ 2 മണിക്കൂർ അത്രയൊക്കെ ഉള്ളൂ. ആമേന് ഉറക്കമില്ലാത്തത് സമയം. ജീവിതത്തിൽ അത്രയും പ്രതികൂലം ആമേൻ ഇത് കഴിഞ്ഞ് ഞാൻ നേരിടേണ്ടി വന്നു. ആമേൻ ഈ പകൽ ഇത് പറയുമ്പോൾ ഈ ഹാളിനകത്തിരിക്കുന്ന ദൈവസഭയോട് പറയട്ടെ, ഒരിക്കൽ സ്വാതന്ത്ര്യം പ്രാപിച്ചാൽ ആമേൻ ഇനി അതിനകത്ത് കുടുങ്ങിക്കളയരുത്. അടിമ നുഖത്തിൽ കുടുങ്ങാൻ പോകരുത്. കുടുങ്ങിയാൽ ആമേന് ഇതുപോലെ എല്ലാവരും വന്ന് നിങ്ങളെ അതിനകത്തുനിന്ന് വിടിവിച്ച് പുറത്തു കൊണ്ടുവരാൻ നിൽക്കത്തില്ല. കാരണം പിന്നത്തേതിൽ ആ വ്യക്തി ഭയങ്കരമായി സ്ട്രഗിൾ ചെയ്യും. ആ വ്യക്തി ഭയങ്കരമായി സ്ട്രഗിൾ ചെയ്യും. അതുകൊണ്ട് കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ വിടേണ്ടത് വിട്ടുതിരിഞ്ഞ് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുക. ഇവരുടെ മകളുടെ പഠിത്തത്തെ സ്റ്റോപ്പ് ചെയ്യണം. ഞാൻ അവളോട് ചോദിച്ചപ്പോൾ അവൾ പറയുകയാണ്, ഇപ്പോൾ പോയിട്ട് 4-5 ദിവസമാകുന്നു കോളേജിൽ. തുടർമാനം പഠിക്കാൻ പോയിട്ട് ഇപ്പോൾ 4-5 ദിവസമാകുന്നു. ഇത് പറയുകയാണ് ഞാനാ അത് മുടക്കിപ്പിച്ചത്. ഞാൻ അപ്പോഴാണ് ചോദിച്ചത്, നീ ഇപ്പോൾ പോകുന്നില്ലേ? അപ്പോൾ എന്നോട് പറഞ്ഞു പോയിട്ട് 4-5 ദിവസം ആകുന്നെന്ന്. ഞാനാ മുടക്കിപ്പിച്ചതെന്ന്. പിന്നെ അവസാനം ആത്മാവിൽ പ്രാർത്ഥിച്ച് അവനെ അതിനെയൊക്കെ ശാസിക്കാൻ തുടങ്ങിയപ്പോൾ അത് പോകാം. പക്ഷേ ഞാൻ പറഞ്ഞു, നിന്നെ അയച്ചവൻ്റെ അടുക്കിലേക്ക് നീ പോ. ഇവിടെ നിനക്ക് കാര്യമില്ല. ഇത് യേശുവിൻ്റെ രക്തത്താൽ മുദ്രയിടപ്പെട്ട കുടുംബമാണ്. ഈ വ്യക്തി രക്തം അപ്പവും ഭക്ഷിക്കുന്ന വ്യക്തിയാണ്. ഞാൻ കുറേ കഷ്ടപ്പെട്ട ഇതിനകത്ത് കയറിക്കൂടിയത്. പക്ഷേ ഞാൻ വന്ന കാര്യം നിവർത്തിച്ചിട്ട് എനിക്ക് പോകാൻ പറ്റൂ. മല്ല് പിടിക്കുക. എൻ്റെ ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് പറഞ്ഞു, നിനക്കിതിന് മേൽ, ഈ ജീവിതത്തിന് മേൽ അധികാരമില്ല. അപ്പോൾ അതെന്നോട് പിന്നെ അപേക്ഷിക്കാൻ തുടങ്ങിയത് അവരുടെ ഒരു മകനും മകളും ദൂരത്തിരിപ്പുണ്ട്. ഇവർ 2 പേരെ എനിക്ക് വേണം. നീ പിന്നെ ഒരു കാര്യം ചെയ്യ്, ഇവളെ ഞാൻ സ്വതന്ത്രയാക്കാം, പക്ഷേ എനിക്ക് അവർ 2 പേരും വേണം. ഇന്ന് പകലിൽ അവർ 2 പേരും ഇതിനകത്തിരിപ്പുണ്ട്. അവരുണ്ട്. ഞങ്ങളോട് കൂടെ ഉണ്ടായിരുന്നു. അവനെ ആ ജീവിതത്തിനകത്ത് നിന്ന് എന്നേക്കുമായി പറിച്ചു കളഞ്ഞു, സ്വതന്ത്രയാക്കി വിട്ടു. ഈ പകൽ ഈ ഹാളിനകത്തിരിക്കുന്ന പ്രിയ സഭയെ, ഇരുട്ടിൻ്റെ ശക്തി ധാരാളമുണ്ട്. അതുകൊണ്ട് അവരോടുകൂടെ ഞാൻ ദൈവാത്മാവിൽ പറയട്ടെ, വളരെ ഭയത്തോടെ യഹോവയെ സേവിക്കും. നിങ്ങളുടെ കഴിവ് കൊണ്ട് നിങ്ങൾക്ക് എങ്ങും രക്ഷപ്പെടാൻ പറ്റത്തില്ല. കാരണം എല്ലാം പൂട്ടിക്കെട്ടി നല്ലവണ്ണം ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദൈവത്തിന് മാത്രമേ നിങ്ങളെ സഹായിക്കാൻ കഴിയത്തുള്ളൂ. ദൈവത്തിന് മാത്രം. പക്ഷെ ദൈവത്തെ കബളിപ്പിക്കരുത്, ദൈവത്തെ പറ്റിക്കരുത്. ആമേൻ. ഈ കരുണയുള്ള ദൈവം എപ്പോഴും ഒരുപോലെ കരുണ കാണിക്കത്തില്ല. ആമേൻ. അത്രയും ദൈവത്തെ ഭയത്തോടെ ഭക്തിയോടെ സേവിച്ച് കർത്താവിൻ്റെ നാമമഹത്വത്തിന് വേണ്ടി ഓരോ കുടുംബങ്ങളും ആയിത്തീരട്ടെ. വാക്യത്തിൽ 3-ാമത്തെ വാക്യം, കർത്താവേ എന്നോട് കൃപയുണ്ടാകണമേ, ഇടവിടാതെ ഞാൻ നിന്നോട് നിലവിളിക്കുന്നു, അടിയൻ്റെ ഉള്ളത്തെ സന്തോഷിപ്പിക്കണമേ. യഹോവേ നിങ്കലേക്ക് ഞാൻ എൻ്റെ ഉള്ളമുയർത്തുന്നു. അടിയൻ്റെ ഉള്ളത്തെ സന്തോഷിപ്പിക്കണമേ. യഹോവേ നിങ്കലേക്ക് ഞാൻ എൻ്റെ ഉള്ളമുയർത്തുന്നു. ആമേൻ. കർത്താവേ നീ നല്ലവനും ക്ഷമിക്കുന്നവനും നിന്നോട് അപേക്ഷിക്കുന്നവരോടൊക്കെയും മഹാദയാലുവുമാകുന്നു. ആമേൻ. അപേക്ഷിക്കുന്നവർക്ക് ദയ കാണിക്കുന്ന ദൈവം. നമ്മുടെ ദൈവത്തെ ക്വാളിറ്റി, അവൻ ദയ കാണിക്കുന്നവനാണ്. അപേക്ഷിക്കുന്നവർക്ക് കരുണ കാണിക്കുന്നവനാണ്. അപേക്ഷിക്കുന്നവർക്ക് കരുണ. ഇന്ന് പകൽ ഈ ഹാളിനകത്തിരിക്കുമ്പോൾ ദൈവത്തോട് അപേക്ഷിക്കുന്നവർക്ക് വേണ്ടി കരുണ കൊടുക്കുന്നൊരു ദൈവമാണ്.
ദൈവത്തോട് അപേക്ഷിക്കുന്നവർക്ക് കരുണ കാണിക്കും. എന്നിലെ ബലഹീനതകളെ ദൈവത്തോടുകൂടെ അപേക്ഷിച്ചാൽ ദൈവം മറുപടി ആമേൻ കരുണ കാണിക്കുന്നവനായ ദൈവം, ആമേൻ കരുണയുള്ളവനായ ദൈവം. പ്രൈസ് ഗോഡ്. അതിൻ്റെ ഒടുവിലത്തെ വാക്യം വായിച്ച് ഞാൻ ഈ സെക്ഷൻ ബൈൻഡ് ചെയ്യുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. പ്രൈസ് ഗോഡ്. അതിൻ്റെ 15-ാമത്തെ വാക്യം, നീയോ കർത്താവേ കരുണയും കൃപയും നിറഞ്ഞ ദൈവമാകുന്നു, ദീർഘക്ഷമയും മഹാദയും വിശ്വസ്തതയുമുള്ളവൻ തന്നെ. എങ്കിലേക്ക് തിരിഞ്ഞ് എന്നോട് കൃപയുണ്ടാകണമേ. നിൻ്റെ ദാസന് നിൻ്റെ ശക്തി തന്ന് നിൻ്റെ ദാസിയുടെ പുത്രനെ രക്ഷിക്കണമേ. ആമേൻ. എന്നെ പഴിക്കുന്നവർ കണ്ടു ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കായി ഒരടയാളം എനിക്ക് തരണമേ. യഹോവേ, നീ എന്നെ സഹായിച്ച് ആശ്വസിപ്പിച്ചിരിക്കുന്നുവല്ലോ. എന്നെ പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതിന്. ആമേൻ. ഇന്ന് നിങ്ങൾ ലജ്ജിക്കുക, എന്നാൽ ദൈവത്തോട് കരുണയ്ക്കായി പ്രാർത്ഥിച്ചാൽ, ദൈവത്തോട് ആമേൻ ദയക്കായി പ്രാർത്ഥിച്ചാൽ ആ ദൈവം തൻ്റെ കരുണ നിങ്ങളുടെ മേൽ വെളിപ്പെടുത്തുവാൻ തുടങ്ങും. ആമേൻ. നിങ്ങളെ ലജ്ജിപ്പിക്കാൻ നോക്കുന്നവരെ ആമേൻ ദൈവം തൻ്റെ മഹാദയാൽ ആമേൻ വിടിവിക്കുന്നവനാ. ഇനിയും അവസരങ്ങളുണ്ട്. ഞാനിങ്ങനെ ഇരുന്ന് ചിന്തിച്ചു. ഞങ്ങളുടെ ഈ അനീഷും ആദർശമൊക്കെ വിദേശ രാജ്യങ്ങളായിരുന്നു. ഞാനൊരിക്കൽ വിദേശ രാജ്യത്തിരിക്കുന്നവരെ പ്രാർത്ഥിക്കാൻ ഞായറാഴ്ച എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ആമേൻ വലിയ നമ്പർ ആൾക്കാരിങ്ങനെ ഇന്ന രാജ്യത്തിലിരിക്കുന്ന ഇന്ന സഹോദരൻ, ഇന്ന രാജ്യത്തിൽ ഇന്ന സഹോദരൻ, ഇന്ന രാജ്യത്തിന് ഇങ്ങനെ പറയാനുണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാം കൂടെയൊക്കെ കുറഞ്ഞ്. ആമേൻ. പ്രൈസ് ഗോഡ്. ഈ അനീഷും ആദർശമൊക്കെ ആമേൻ ഒരുപാട് ആമേൻ സൗദിയിലിരുന്നു, ഒരാൾ ദുബായിലിരുന്നു. പ്രൈസ് ഗോഡ്. ആമേൻ. ആദർശിനെ വളരെ ബന്ധപ്പെട്ട് എനിക്കറിയാം എത്ര സ്ട്രഗിൾ ചെയ്താണ് അവൻ ഇവിടെ നിന്ന് മറ്റൊരു രാജ്യത്തിലേക്ക് ചേക്കേറിപ്പിച്ചത്. ആമേൻ. കാരണം ശക്തമായ ആമേൻ എന്തു പറയുന്ന ഈ മദ്യപാനത്തിന്, മയക്കുമരുന്നിന്, ഡ്രഗ്സിന് അടിമയായി ആമേൻ ആമേൻ വളരെ ആമേൻ വീട്ടുകാർക്ക് ഭാരമുണ്ടാക്കുന്നൊരു ആമേൻ ഒരു തലമുറ. അവരുടെ കുടുംബത്തിനകത്ത് ഈ അപ്പനും അമ്മയ്ക്കും ഇങ്ങനെ ഒരു തലമുറയൊന്നും പലപ്പോഴും ഞാനും ചിന്തിക്കാറുണ്ടായിരുന്നു. പ്രൈസ് ഗോഡ്. അങ്ങനെ വളരെ സ്ട്രഗിൾ ചെയ്ത് അവന് മറ്റൊരു രാജ്യത്തിലേക്ക് ആമേൻ അയക്കുന്നത്. ഒടുവിൽ അവൻ അതത്രമാത്രം അത് ആമേൻ 21 ഫാസ്റ്റിംഗ് ഇരുന്ന ശേഷമാണ് ആമേൻ ആ ടൈമിലാണ് അവൻ്റെ മനസ്സിനൊരു ചേഞ്ചസ് ഉണ്ടാകുന്നത്. അവൻ പറയുക, ആ കുടുംബം ആൻറ്റിയൊക്കെ 21 ദിവസം ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോഴത്തേക്കാണ് അവനൊരു ചേഞ്ചസ് പോലും വന്നത് തന്നെ. അസാധ്യമായിരുന്നു അവനങ്ങനെ ഒരു മാറ്റം പോലും. അങ്ങനെ അവൻ അവിടെ പോയി ആമേൻ അവിടെ അവനുമായി മൂത്തവനുമായി വളരെ സന്തോഷം. പുറമേ ഉള്ളവരൊക്കെ നോക്കിയ അയ്യോ ആമേൻ ജയിലിൽ നിന്ന് പിടിച്ചുകൊണ്ട് വരേണ്ട പയ്യൻ ഇതാ കിടക്കുന്നുണ്ട്, ആമേൻ ഇതാ പോയിരിക്കുന്നു ആമേൻ ദുബായിലോട്ട്. ആമേൻ മറ്റവനോ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും വാലാകോലം നടന്ന പയ്യൻ ദേണ്ടത് നിൽക്കുന്നു സൗദിയിൽ. ആമേൻ ഇനി അങ്ങനെ വിട്ടാലൊന്നും പറ്റത്തില്ല. ആമേൻ അതേ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ആമേരളിയ ആൻറ്റിക്ക് ആമേൻ പെട്ടെന്നൊരു ദേഷ്യം, പെട്ടെന്നൊരു കോപം. ആമേൻ ഇങ്ങനെ ആൻറ്റിക്ക് ഇങ്ങനെ പൊന്തി വന്നു. ആമേൻ ആൻറ്റിയുടെ പാട്ടിന് പോയി, പിള്ളേരെ പാട്ടിന് പോയി. ആമേൻ ഇന്ന് എല്ലാം കൊണ്ട് തകർന്ന് പിന്നെയും ആമേൻ തളർന്നിരിക്കുമ്പോൾ ഈ പകലിൽ ആമേൻ എൻ്റെ അകത്തളത്തിൽ കഴിഞ്ഞ ദിവസത്തെ സംഭവത്തോടൊപ്പം ചേർത്ത് ഞാൻ പഠിച്ചിട്ട് ഞാൻ അവരോട് പറഞ്ഞു, ആമേൻ ഇത് തന്നെയാണ് നിങ്ങളുടെ വീട്ടിനകത്ത് നടന്നത്. ആമേൻ കരുണയ്ക്കായി പ്രാർത്ഥിച്ച ദൈവം തൻ്റെ കരുണയെ അയച്ച് ആമേൻ ഒരു തവണ കൂടെ ദൈവം തൻ്റെ മഹാദയ വെളിപ്പെടുത്തി തരുന്നവനായവൻ. അതുകൊണ്ട് അകറ്റി നിർത്തേണ്ടതിനെ അകറ്റി നിർത്തണം, ചേർത്ത് പിടിക്കേണ്ടതിനെ ചേർത്ത് പിടിക്കണം. ചിരിക്കുന്നവരെല്ലാവരും കൊള്ളാമെന്നെണ്ണരുത്. ആമേന് ജീവിതത്തിൽ ഒരുപാട് വേദനകൾ തരും. പ്രൈസ് ഗോഡ്. ഇത്രയും പറഞ്ഞ് ഞാൻ വാക്കുകളെ വിരാമം ഇടുന്നു. ഇനിയും ഒരു 21 ഇരുന്ന് പ്രാർത്ഥിക്കുക ദൈവത്തോട്. ദൈവസന്നിധിയിൽ ആമേൻ ഏറ്റുപറഞ്ഞ് കുറവുകളെ പറഞ്ഞ് താഴ്ത്തി ഏൽപ്പിച്ച് കരുണയ്ക്കായി പ്രാർത്ഥിച്ച ലജ്ജിപ്പിക്കാൻ നിങ്ങളുടെ കുടുംബത്തെ, നിങ്ങളുടെ തലയെ തകർത്തുകളെ ആമേൻ ലജ്ജിപ്പിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. അവൻ നിങ്ങളോട് കരുണ കാണിച്ച് തൻ്റെ ദയ വെളിപ്പെടുത്തി നിങ്ങളെ മാനിക്കുന്നവനായ ദൈവമാ. ആ പാദത്തിലേക്ക് ഇരിക്കാൻ തയ്യാറാകുന്നുണ്ടെങ്കിൽ, ആ പാദത്തിലേക്ക് ഇരിക്കാൻ തയ്യാറാകേ. എന്നെ പകയ്ക്കുന്നവർ കണ്ടു ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കായി ഒരടയാളം എനിക്ക്. ദാവീദിൻ്റെ പ്രാർത്ഥനയാ.
അവൻ എന്നെ പകയ്ക്കുന്നവർ കണ്ടു ലജ്ജിക്കേണ്ടതിന് നീ എനിക്ക് നന്മയ്ക്കായ ഒരു അടയാളം യേശുപ്പച്ചാ നീ എനിക്ക് തരുമാറാകണമേ. ഈ വിശുദ്ധ ഞായറാഴ്ച ഈ ഹാളിനകത്തിരുന്ന് പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുമ്പോൾ ആമേൻ എൻ്റെ കുടുംബം ലജ്ജിച്ചു പോകാ, എൻ്റെ കുടുംബം പരാജയപ്പെട്ടു പോകാ. കാത്തിരിക്കുന്നവരുടെ നടുവിൽ നന്മയ്ക്കായി നീ ഒരു അടയാളം എനിക്ക് തരുമാറാകണമേ. ഈ പകല് കരുണയ്ക്കായി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നുണ്ടെങ്കിൽ ദൈവം തൻ്റെ ദയ വെളിപ്പെടുത്തുന്നവനാകും. ശങ്കർമതൊക്കെ ഈ ഹാളിനകത്തിരുന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ എൻ്റെ അകത്തളത്തിലൊരു ആമേന ചിന്തയുണ്ട്. ലജ്ജിപ്പിക്കാതൊക്കെ വണ്ണം തകർത്ത് കളഞ്ഞു ആമേന് കളയാൻ ആമേന് ശത്രുവാവൻ അവൻ്റെ കരുക്കൾ എഴുതി വിടുമ്പോൾ ഹേമേൻ അതിൻ്റെ നടുവിൽ ദൈവം ആ കുടുംബത്തോട് കാണിച്ച കരുണയെ ഞാൻ ഈ പകൽ ഓർക്കുന്നു. ഹേമേൻ എത്ര നാളുകൾ ദൈവസന്നിധിയിലിരുന്ന് കണ്ണുനീരൊഴുക്കി, എത്ര നാളുകൾ ആമേന് കർത്താവെ നഷ്ടപ്പെട്ടു പോയ ആ ആത്മസന്തോഷം ആമേൻ ഇനി ഒരിക്കലും തിരികെ ലഭിക്കത്തില്ലയോ? ആമേനെ ഞങ്ങൾ ആയിരുന്ന ആത്മാവിൻ്റെ ആ സന്തോഷം ഇനി ഒരിക്കലും ഞങ്ങൾക്ക് തിരികെ ലഭിക്കില്ലയോ എന്ന് അകത്തളത്തിലെ കണ്ണുനീരിന് ആമേൻ ദൈവം കൊടുക്കുന്ന വിടുതലുകൾ വലുതാണ്. ഭക്തൻ പറയുന്നുണ്ട്, എന്നെ പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കാ നീ എനിക്കൊരു അടയാളം. എൻ്റെ ദൈവം ഒരു അടയാളം തരുന്നവനാണ്. നന്മയ്ക്കായി എനിക്കൊരടയാളം. അതാ ഞങ്ങളുടെ അങ്ങനെ പറയാമെങ്കിൽ ഇതിനകത്തിരിക്കുന്ന ഒരുപാട് പേര് അനുഭവങ്ങൾ പറയാനുണ്ട്. നന്മയ്ക്കായി ദൈവം കൊടുക്കുന്ന അടയാളങ്ങൾ വലുതാണ്. പ്രൈസ് ഗോഡ്. ഈ പകൽ കർത്താവ് നിങ്ങളെല്ലാവരെയും സങ്കീർത്തനത്താൽ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകളെ വിരാമയോടെ നിന്ന് ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. സാക്ഷിക്കായിട്ട് സമയത്ത് വേർതിരിക്കുന്ന കുഞ്ഞുങ്ങൾ തങ്ങളുടെ സാക്ഷി പറയും. അത് കഴിഞ്ഞ് വിശുദ്ധ സഭ ആമേന് സാക്ഷി പങ്കുവയ്ക്കാൻ സമയത്ത് വേർതിരിക്കുന്നു. നമ്മൾ ഒരുമിച്ച് എഴുന്നേറ്റ് നമ്മുടെ ജയശങ്കറും അങ്കിൾ മുന്നോട്ട് കടന്നു വരും. ഒരു പാട്ടിൻ്റെ ഇരടികൾ പാടും. അന്നേരം സ്തോത്ര വഴിപാടെടുക്കും സമയത്ത് അതിനായിട്ട് വേർതിരിക്കുന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. அதிகாலை ஸ்தோத்திர பலி அப்பா அப்பா உங்களுக்கு தான். அதிகாலை ஸ்தோத்திர பலி அப்பா அப்பா உங்களுக்கு தான். அப்பா அப்பா உங்களுக்கு தான். அப்பா அப்பா உங்களுக்கு தான். எபினேசர் எபினேசர் இதுவரை உதவி செய்தேன். எபனீசர் எபனீசர் இதுவரை உதவி செய்தேன். இதுவரை உதவி செய்தேன். எபனீசர் எபனீசர் இதுவரை உதவி செய்தேன். எபனீசர் எபனீசர் அதிகாலை பலி அப்பா அப்பா உங்களுக்கு தான். ஆராதனை ஸ்தோத்திர பலி அப்பா அப்பா உங்களுக்கு தான். அப்பா அப்பா உங்களுக்கு தான். அப்பா அப்பா உங்களுக்கு தான். எல்ஷடா எல்ஷடா எல்லாம் வல்லவரே. எல்லாம் வல்லவரே. எல்ஷடா எல்ஷடா எல்லாம்
பலி அப்பா உங்களுக்கு தான் அப்பா 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 அப்பா உங்களுக்கு தான். നമ്മുടെ കണ്ണുകളടച്ച് ദൈവത്തോട് ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അർപ്പാഴ്ച ഞങ്ങളുടെ സഹോദരിമാരുടെ പ്രാർത്ഥനയുണ്ട്. ആമേൻ. വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം സഹോദരിമാരുണ്ട്. ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവിടെ പ്രാർത്ഥന വലിയ ദൈവപ്രവൃത്തിക്ക് നാളുകൾ കാരണമായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ കാണുന്നതെന്തും ആമേൻ പ്രാർത്ഥനയാ നേടിയെടുത്തതാണ്. നിങ്ങളെയും എന്നെയും ഇന്ന് പകൽ ഈ ഹോളിനകത്ത് കൊണ്ടുവന്നത് ഇങ്ങനെ വേർപെട്ടിരുന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളാണ്. പ്രൈസ് ഗോഡ്. ആമേൻ. ഒരു ഡയറിക്കകത്തൊരു ആമേന് ബുക്കിനകത്ത് നമ്മുടെ വിഷയങ്ങൾ എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ആമേൻ. നിങ്ങളുടെ ഇനി പുതിയ വിഷയങ്ങൾ ആമേന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് വാട്സപ്പ് ചെയ്യുകയോ എന്നോട് പറഞ്ഞാൽ ഞാൻ അല്ലെങ്കിൽ ഒരു പേപ്പറിൽ എഴുതി കൊണ്ടുവന്ന ആ വിഷയങ്ങൾ കൂടെ ആ ബുക്കിനകത്ത് എഴുതി തുടർന്നാളുകളിലും പ്രാർത്ഥിക്കും. ബുധനാഴ്ച ഞങ്ങളുടെ മധ്യസ്ഥ പ്രാർത്ഥന ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഉപവാസ പ്രാർത്ഥന ഈ വരുന്ന വെള്ളി, ശനി, ഞായർ 3 ദിവസം ഉപവാസ പ്രാർത്ഥന നടക്കുന്നുണ്ട്. പൂർണ്ണമായ ദിവസത്തിൽ ഉപവാസത്തോടുകൂടെ ഞങ്ങളുമായിരിക്കുന്നുണ്ട്. പ്രാർത്ഥിക്കാനും ഉപവസിക്കുവാനും അവസരമുണ്ട്. നിങ്ങൾക്ക് പങ്കെടുക്കാം. ശനിയാഴ്ച പകല് പാസ്റ്റർ ബൈജു കാട്ടാക്കട ദീർഘനാൾ ഞാൻ ആമേൻ കർത്താവിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നൊരു വിഷയം ടൈമിൽ വരാമെന്ന് പങ്കുവെക്കാനിടയായി തീർന്നു. പ്രൈസ് ഗോഡ്. അത്ര തിരക്കുള്ളൊരു മനുഷ്യരാണ് ദൈവഭക്തന്മാർ. ദൈവം നമുക്ക് തന്നതിനെ ഓർത്ത് സ്തുതിക്കുന്നു. വിലയേറിയതായി എണ്ണിക്കൊണ്ട് ആ ദിവസങ്ങളിൽ ശനിയാഴ്ച പകല് പ്രിയ ദേവദാസൻ ശുശ്രൂഷിക്കുന്നുണ്ട്. നിങ്ങൾ പങ്കെടുക്കുക, പ്രാർത്ഥിക്കുക. അന്നത്തെ ദിവസം കർത്താവിന് വേണ്ടി മാറ്റിവെച്ച് മെയിൻ ഹോളിൽ ആയിരിക്കാൻ ദൈവനാമത്തിൽ നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നുണ്ട്. പ്രൈസ് ഗോഡ്. ഞായറാഴ്ച വൈകുന്നേരം തിരുമേശ ഉണ്ടായിരിക്കും. തിരുമേശയോടു കൂടെയാണ് നമ്മുടെ ശുശ്രൂഷ അവസാനിക്കുന്നത്. പ്രാർത്ഥനയോടുകൂടെ തന്നെ കൂടി വരുവാൻ നിങ്ങളെ ഞങ്ങൾ ആഹ്വാനം ചെയ്യുന്നു. പ്രൈസ് ഗോഡ്. വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് നിന്നൊരു വേദഭാഗം വായിച്ച് പ്രാർത്ഥിപ്പാൻ ഞാൻ കർത്താവിനെ ശരണം പ്രാപിക്കുന്നുണ്ട്. ആമേന്. സമയം ഒത്തിരി ദൈർഘ്യമായി പോയെന്ന് എനിക്കറിയാം. 2 പത്രോസ് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 9 മുതൽ 11 വരെയുള്ള വേദവാക്യങ്ങളെ ഒരാൾക്ക് ശബ്ദമായി വായിക്കാം. 2 പത്രോസ് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 9 മുതൽ 11 വരെയുള്ള വേദവാക്യങ്ങൾ. വാക്യം എങ്ങനെയാണ്? ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേയുള്ളൂ. കർത്താവിൻ്റെ ദിവസമോ കള്ളനെപ്പോലെ വരും. അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയും. ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോകുകയും ചെയ്യും. ഇങ്ങനെ ഇവ ഒക്കെയും അഴിവാനുള്ളതാകയാൽ ആകാശം ചുട്ടഴിവാനും മൂലപദാർത്ഥങ്ങൾ വെന്തിരുകുവാനും ഉള്ള ദൈവ ദിവസത്തിൻ്റെ വരവ് കാത്തിരുന്നും ബന്ധപ്പെടുത്തിയും കൊണ്ട് നിങ്ങളെത്ര വിശുദ്ധ ജീവിതം ഭക്തിയുള്ളവർ ആയിരിക്കണം. പ്രൈസ് ഗോഡ്. വിശുദ്ധ ജീവിതം വിശുദ്ധ ജീവിതവും ഭക്തിയും ഉള്ളവരായിരിക്കുക. വിശുദ്ധ ജീവിതവും ഭക്തിയും ഉള്ളവർ ആയിരിക്കുക. ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. ആമേന്. 1-ാം നൂറ്റാണ്ട് മുതൽ ദൈവസഭയോടുകൂടെ പറയുന്നൊരു വാചകമാണ് ആമേന്, മശിഹ വേഗം വരാറായി. പോയതുപോലെ വരും. 1-ാം നൂറ്റാണ്ട് മുതൽ ആമേൻ ദൈവസഭയെ പറഞ്ഞ് ബലപ്പെടുത്തിക്കൊണ്ടിരുന്നൊരു വാചകമാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ശുശ്രൂഷിക്കുമ്പോഴൊക്കെ ഞാൻ പറഞ്ഞൊരു വാക്കുണ്ട്. ആമേന്. ദൈവസഭയെ ആരംഭം മുതലേ പറഞ്ഞ് ബലപ്പെടുത്തിയ വാചകമാണ്, ഭാരപ്പെടാതെ ദൈവം മറുപടി അയക്കും, ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും, ദൈവം ഇറങ്ങി വന്ന് നിങ്ങളെ ചേർത്ത് കൊണ്ടുപോകും, ഇങ്ങനെ അധിക നാളൊന്നും ഇങ്ങനെ നിങ്ങളെ ഇട്ടേക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായി അവരെ ആശ്വസിപ്പിച്ചു കൊണ്ടിരുന്നു. പക്ഷേ 1, 2, 3, 5 വർഷമൊക്കെ വരെയൊക്കെ വെയിറ്റ് ചെയ്തു. ആ മശിഹ വരും, ചേർത്തുകൊണ്ട് പോകും, മശിഹ വരും, ചേർത്ത് കൊണ്ടുപോകും എന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. ആമേന്. 30 വർഷം കഴിയുമ്പോഴത്തേക്കും മശിഹ വന്നില്ല. ആമേന്. പ്രൈസ് ഗോഡ്. കാത്തിരുന്നത് വെറുതെയായി. ഇന്ന് 2024 നിൽക്കുന്നുണ്ട്. അന്ന് പറഞ്ഞ മശിഹ ഇതുവരെയും വന്നിട്ടില്ല. പെൻഡിങ്ങാ.
ആമേന് കാത്തിരുന്ന് മുഷിഞ്ഞു പോയവർ. ഈ 30-ാമത്തെ വർഷത്തിൽ മശിഹായെ കാത്തിരുന്ന് തളർന്നു പോയ ഒരു കൂട്ടർക്ക് വേണ്ടിയാണ് എബ്രായ ലേഖനം എഴുതപ്പെട്ടത്. കാരണം കാത്തിരുന്ന് അവർ ഓട്ടോമാറ്റിക്കായിട്ട് എന്തെന്നറിയുമോ, മന്ദതയുള്ളവരായി തീർന്നു. അവർ ക്ഷീണിച്ചു പോയി. ആമേൻ. അവർ പ്രതീക്ഷിച്ചിരുന്ന പോലെ കർത്താവ് വരാതെയായി. 5 വർഷമൊക്കെ വളരെ തിടുക്കത്തോടൊക്കെ കാത്തിരിക്കാൻ പറ്റുമോ? 10 കഴിഞ്ഞാൽ ആ തിടുക്കമൊക്കെ മെല്ലെ മെല്ലെ കുറയോ? നമ്മുടെ ആത്മീക ജീവിതത്തിൽ കാഴ്ചവട് വെച്ച് ആ ദിവസം പോലെ അല്ല. ഇപ്പോൾ മന്ദീഭവിച്ചവരുണ്ട്, വളർന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അനുദിനവും കൃപയിൽ വളരുന്നവരായിരിക്കുക. പ്രൈസ് ഗോഡ്. അനുദിനവും ദൈവശക്തിയിൽ വളരുന്നവരായിരിക്കുക. ഇന്നലെക്കാൾ ഇന്ന് ഞാൻ എൻ്റെ പ്രിയനോട് ഏറ്റവും അടുത്ത ആയതിൽ ഞാൻ അധികം സന്തോഷിക്കുന്നു. ഇന്നലത്തെ പോലെ അല്ല ഞാൻ ഇന്ന് എൻ്റെ അപ്പച്ചനോട് ഇന്ന് അധികം. ഹേമൻ. ഒരു പടി മുമ്പിൽ. ഇന്ന് പകൽ ഈ ഹാളിനകത്തിരിക്കുന്ന എല്ലാവർക്കും അങ്ങനെ പറയാൻ പറ്റത്തില്ല. ആമേൻ. അങ്ങനെ ആയവർക്ക് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. ആമേൻ. ഇന്നലത്തെ പോലെ അല്ല പാസ്റ്റർ ഇന്ന്. ആമേൻ. എനിക്കൊരു അപ്ഡേഷൻ ഉണ്ട്. ആമേൻ. ഇന്ന് ന്യൂജൻ ജനറേഷനാ. നമ്മുടെ കുഞ്ഞുങ്ങളോട് പറയുമ്പോഴത്തേക്ക് അപ്ഡേഷൻ്റെ കാര്യം പറഞ്ഞേ പറ്റത്തുള്ളൂ. ആ പഴയ പ്രസംഗമൊക്കെ കൊണ്ട് നടന്നു കഴിഞ്ഞാൽ, ആ പഴയ പാട്ടും കൊണ്ട് നടന്ന, ആ പഴയ രീതിയും കൊണ്ട് നടന്ന പഴഞ്ചന അതൊന്നും ആർക്കും അംഗീകരിക്കാനും പറ്റത്തില്ല. ഇന്ന് ആമേന അപ്ഡേറ്റ് ആകുന്നുണ്ടെങ്കിൽ മാത്രമേ എന്തെത്തുള്ളൂ, ആമേന അക്സെപ്റ്റ് ചെയ്യാനൊക്കെ പറ്റത്തുള്ളൂ. ജീവിതത്തിൽ ആമേൻ, ക്രിസ്തീയ ജീവിതത്തിൽ ഓരോ ദിവസവും പുതുക്കം പ്രാപിക്കുന്ന വ്യക്തി ജീവിതങ്ങളായി തീരട്ടെ. ഇന്നലത്തെ എൻ്റെ കയ്യടിയും പാട്ടും ആരാധനയുമല്ല. ആമേൻ. ഇന്ന് ഇച്ചിരി കൂടെ ആമേന് ഞാൻ ഇന്ന് ഇച്ചിരി കൂടെ സന്തോഷത്തിലാണ്. നോക്കിയപ്പോൾ കാണാം ആമേന് കീബോർഡ് പോയിട്ട് അടുത്ത ഗിറ്റാർ കൂടെ വന്നിട്ടുണ്ട്. ആരാധനയുള്ള ശൈലി മാറി. പാട്ടുകൾക്ക് വ്യത്യാസം വന്നു, പാട്ടുകാർക്കും വ്യത്യാസം വന്നു, ആമേന് രീതികൾക്കും വ്യത്യാസം വന്നു, ആമേന് കേൾവിക്കാർക്കും ഒരു സന്തോഷം ഉണ്ടാകാൻ തുടങ്ങി. കൂട്ടായ്മ കൂടി വന്നിരുന്നവർക്ക് 5 പേരിരുന്ന് കൂടുന്നത് ആമേന് 50 പേരിരുന്ന് കൂടുന്നത് തമ്മിൽ രണ്ടും രണ്ടാണ്. വ്യത്യാസങ്ങളൊക്കെ വരാൻ തുടങ്ങി. ഇന്ന് പകൽ നമ്മിലൊരു വ്യത്യാസം, നമ്മുടെ കൂട്ടായ്മയ്ക്കകത്തൊരു വ്യത്യാസം, നമ്മുടെ ജീവിതത്തിലൊരു വ്യത്യാസം അനുഭവിക്കേണ്ടവരാണ്. എല്ലാ കാലവും എല്ലാ നാളും ഇങ്ങനെ ഒതുങ്ങുന്നവരായിട്ടല്ല, ഇങ്ങനെ മുരടിച്ചു പോകുന്നവരായിട്ടല്ല. ഞാൻ ക്രിസ്തുവിനെ അന്വേഷിച്ചിറങ്ങിയ വ്യക്തിയാ. എനിക്കൊരു വളർച്ച വേണം. എൻ്റെ ആത്മീക ജീവിതത്തിലും എൻ്റെ ഭൗതിക ജീവിതത്തിലും ഒരു വളർച്ച എൻ്റെ എല്ലാ മേഖലയിലും ഒരു വളർച്ച ഉണ്ടാകാം. അത് കൊതിക്കുന്നൊരു വ്യക്തിയായി തീരട്ടെ. യേശുപ്പച്ച എന്ന് ഞാൻ ഇങ്ങനെ ആകാനല്ല, ഒരു വളർച്ചയ്ക്ക് വേണ്ടി. എൻ്റെ ജീവിതത്തിലൊരു വളർച്ച വേണം, എൻ്റെ ജീവിതത്തിലൊരു വ്യത്യാസം വേണം. അതിന് തന്ത്രങ്ങൾ കൊണ്ട് വളർന്നാൽ അതിന് അല്പായുസ് മാത്രമേ ഉള്ളൂ. പക്ഷെ ആത്മാർത്ഥമായി കഠിനാധ്വാനത്തിൽ വളരുന്നുണ്ടെങ്കിൽ, സ്റ്റെപ്പ് ബൈ വളരുന്നുണ്ടെങ്കിൽ, ദൈവത്താൽ വളരുന്നുണ്ടെങ്കിൽ ആ വളർച്ച നിലനിൽക്കുന്ന വളർച്ചയാണ്. ഇന്ന് പകൽ എന്നിൽ വെളിപ്പെടേണ്ട വളർച്ച തന്ത്രങ്ങളാലല്ല, ആത്മാവിൽ ആത്മാർത്ഥതയോടുകൂടെ വിശ്വസ്തനായി നിന്ന് ദൈവം എന്നോട് കാണിക്കുന്ന കരുണയാ, ദൈവം എനിക്ക് തരുന്ന നന്മയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഈ പകൽ ഹാളിനകത്തിരിക്കുന്നവരുടെ മേൽ ആമേൻ കർത്താവേ, തന്ത്രങ്ങളാലുള്ളൊരു വളർച്ചയല്ല, ആമേൻ ഒരു മജീഷ്യനാൽ ഉടലെടുക്കുന്നൊരു വളർച്ചയല്ല. ഞാൻ പ്രാപിക്കുന്നത്, ഞാൻ പ്രാപിച്ചത്, ഞാൻ കണ്ണുനീരിൽ പ്രാപിച്ചത്, ഞാൻ ദൈവസന്നിധിയിൽ ഇരുന്ന് മുഴങ്കാൽ